ഓരോരോ വിഷമഘട്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഇതോടുകൂടി ഇതങ്ങ് കഴിയുമല്ലോ. അങ്ങനെയാണ് ഞാൻ സമാധാനിക്കുന്നത്. പിന്നെ പിന്നെ ഞാൻ ചിന്തിക്കുമ്പോഴാണ് അടുത്ത സങ്കടങ്ങൾ അതിലും ഭീകരമായിരുന്നു. പക്ഷേ നമ്മളത് ശീലിക്കുകയാണ്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടല്ല. ഇപ്പം അതുപോലൊരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടമാണോ, സന്തോഷമാണോ, ചിരിയാണോ, കരച്ചിലാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയങ്ങളെ. ഇപ്പം പിന്നെ വാ കൊണ്ട് വർത്താനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എന്നുള്ളതാണ് വലിയൊരു സങ്കടം. ഈ നാക്കുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോന്നു എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയവർക്കൊക്കെ സന്തോഷമായി കാണുമല്ലോ അല്ലേ? പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാം താൽക്കാലികമാണ്. എൻ്റെ ഈ സമയവും കടന്നു പോകും. അതൊക്കെ പോട്ടെ. ഞാനും മോനുകുട്ടനോട് കഴിഞ്ഞ ദിവസം ഡെന്റിസ്റ്റിനെ കാണാൻ വന്നതാണേ. ഞാൻ എൻ്റെ പല്ലിൻ്റെ പ്രശ്നം പറഞ്ഞില്ലേ, പല്ലെടുക്കാനൊന്നും പറ്റൂല. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നേ. അപ്പം ഞാനിങ്ങോട്ട് പോരുന്ന കാര്യം പറഞ്ഞപ്പോഴേ മോനുകുട്ടൻ എന്നോട് പറഞ്ഞു അവനാ എനിക്ക് കൂട്ടിന് വരുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങ് പോരുന്നു. 1 മണിക്കൂറോളം കഴിഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയത്. നേരെ മോനുകുട്ടൻ്റെ യൂണിഫോം വാങ്ങാൻ വന്നതാണ്. റെഡിമെയ്ഡായിട്ട് യൂണിഫോം കിട്ടുന്ന ഒരു ഷോപ്പാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ മോനുകുട്ടൻ്റെ സൈസ് കിട്ടുന്നില്ല. എല്ലാം സ്മോൾ സൈസൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. മോനുകുട്ടനൊരു ജ്യൂസും പിന്നെ ദേ ഇതുപോലെ പാക്കറ്റിനകത്ത് ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ എന്തോ ഒരു ചെറിയ പീസായിട്ട്. അപ്പോൾ അതും വാങ്ങിച്ചു. അത് മതിയെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക്. എനിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. എന്നാൽ ഒരു ജ്യൂസ് കുടിച്ചേക്കാമെന്നോർത്തു. വായെല്ലാം കൂടെ മരവിച്ചിരിക്കുമായിരുന്നു. ആ മരവിപ്പ് മാറിയപ്പോൾ നല്ല സുഖമായിരുന്നു. വൈകിട്ടൊന്നും പറയണ്ട. ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. 3 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വീണ്ടും പോണം. ഒരു വശത്തെ പല്ലിന് പോടുള്ളത് കൊണ്ടുള്ള വിഷമമാണ്. മറുവശത്ത് എന്താണെന്നറിയാൻ എക്സ്റേ എടുത്ത് നോക്കി. തേയ്മാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കോണം. ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു തരത്തിലും അനുവദിക്കത്തില്ല. ഭക്ഷണവും കഴിക്കേണ്ട, വർത്താനവും പറയണ്ട. എന്തോ ചെയ്യാൻ. പിന്നെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ നേരെ രാജൻ ടെക്സ്റ്റൈൽസിലോട്ട് വന്നു. മോനുകുട്ടൻ്റെ യൂണിഫോമിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചു. പിന്നെ അവർക്ക് ബുധനാഴ്ച ബ്ലാക്കും റെഡും ആണേ. അപ്പം ബ്ലാക്ക് പാൻറ്റ് റെഡിമെയ്ഡ് കിട്ടിയിട്ടുണ്ട്. റെഡ് ടീഷർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അത് എവിടുന്നേലും തപ്പിയെടുക്കണം. രാജനിൽ നിന്നിറങ്ങിയ നമ്മുടെ സ്ഥിരം ഒരു കപ്പലണ്ടി കോർണറുണ്ട് ഇവിടെ. അവിടുന്ന് ഒരു പൊതി കപ്പലണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് പോകുന്നു. വാ തുറക്കാൻ വയ്യാത്ത എനിക്കല്ല കപ്പലണ്ടി, അമ്മയ്ക്കാണ്. ഇവിടുന്ന് ചപ്പാത്തി മേടിക്കുന്നതും അമ്മയ്ക്കാണ്. എനിക്കിനിയും കുറച്ച് ദിവസത്തേക്ക് കഞ്ഞി തന്നെ ശരണം. വിവരങ്ങളൊക്കെ ഒരുപാട് പ്രിയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കുറവായി വരുന്നുണ്ട് പ്രിയങ്ങളെ. സംസാരിക്കാനുള്ള ഒരു സൗകര്യം അനുസരിച്ച് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ.